കെ എം മാണിയുടെ മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. പാലാ കത്തീഡ്രൽ സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നായി നിരവധി പേരാണ് മാണിയെ അവസാനമായി കാണാൻ ഒഴുകിയെത്തിയത്. 13 മണിക്കൂറോളം വൈകി എറണാകുളത്ത് നിന്നും കൊണ്ടുവന്ന കെ എം മാണിയുടെ മൃതദേഹം ഇന്ന് രാവിലെ 7:45 പാലായിലെ വസതിയിൽ എത്തിച്ചത്. തുടർന്ന് ഇവിടെ പൊതുദർശനത്തിന് വെച്ചു. 10,000-കണക്കിന് ആളുകളാണ് കെ എം മാണിയുടെ മൃതദേഹം അവസാനമായി ഒരു നോക്ക് കാണാൻ പാലായിലെ വീട്ടിലേക്ക് എത്തിയത്. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും അന്ത്യോപചാരമർപ്പിക്കാൻ ഇവിടെ എത്തി. 2 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകൾ ആരംഭിച്ചത്. പാലാ ബിഷപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു ശുശ്രൂഷകൾ നടന്നത്. തുടർന്ന് വിലാപയാത്രയായി പള്ളിയിലേക്ക്. പാലാ നഗരത്തിലൂടെ നടന്ന വിലാപയാത്ര കാണാൻ 10,000-കണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത്. 5 മണിയോടുകൂടി പാലാ പത്തിരിട്ട പള്ളിയിലെത്തിയ മൃതദേഹം ശുശ്രൂഷകൾക്ക് ശേഷം 6:45 സംസ്കരിച്ചു. വലിയ ജനാവലിയാണ് സംസ്കാര ചടങ്ങുകൾക്ക് സാക്ഷിയാകാൻ എത്തിയത്. പലപ്പോഴും ഇവരെ നിയന്ത്രിക്കാൻ അണികൾ പാടുപെടുന്ന കാഴ്ചയും കാണാനായി. പാലക്കാർക്ക് മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിനും വലിയ നഷ്ടമാണ് കെ എം മാണിയുടെ വിയോഗം ഉണ്ടാക്കിയിരിക്കുന്നത്. പാലായിൽ നിന്നും ടോബി ജോൺസൺ, മീഡിയ 1.